2024 പുതുവർഷത്തിൻ്റെ വരവോടെ ഏവരുടെയും മനസ്സിൽ പുതിയ പ്രതീക്ഷകളും അഭിലാഷങ്ങളും പൂവണിയാൻ തുടങ്ങുന്നു. പുതുവർഷത്തിനായി നിങ്ങൾ വ്യത്യസ്തമായ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കാം. പുതുവർഷം ചിലർക്ക് സന്തോഷം നൽകുമെങ്കിലും ചിലർക്ക് അത് ചിലരുടെ ജീവിതത്തിൽ സങ്കടങ്ങൾക്കും തടസ്സങ്ങൾക്കും കാരണമാകുന്നു എന്നതാണ് സത്യം. ജീവിതത്തിൽ വിവാഹബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും അവസാന ശ്വാസം വരെ പങ്കാളിയുമായുള്ള ബന്ധം നിലനിർത്തേണ്ടതുമാണെന്നും പറയപ്പെടുന്നു. പങ്കാളിയുമായുള്ള ബന്ധം സുസ്ഥിരവും മധുരവുമുള്ളതായിരിക്കണമെന്നും അതിന് സ്നേഹത്തിൻ്റെ സുഗന്ധം ഉണ്ടായിരിക്കണമെന്നും എല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷേ എല്ലാ സമയത്തും ഇത് ഒരുപോലെയായിരിക്കണമെന്നില്ല. ജ്യോതിഷപ്രകാരം 2024 വർഷത്തിൽ ചില രാശിക്കാർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ദാമ്പത്യ ജീവിതത്തിൽ അല്പം കൂടുതൽ പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ആ രാശിക്കാർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മിഥുനം. 2024 ജാതകമനുസരിച്ച് മിഥുന രാശിക്കാർക്ക് വർഷത്തിൻ്റെ ആരംഭം മുതൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങളുടെ ഇണയുടെ പെരുമാറ്റത്തിൽ കോപം ഉയർന്നേക്കാം. ഇത് ചെറിയ കാര്യങ്ങളിൽ പങ്കാളിയുമായി വഴക്കിടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. പങ്കാളിയുടെ ആരോഗ്യം മോശമാകുന്നതിൻ്റെ ലക്ഷണങ്ങളും ഉണ്ട്. വഴക്കിന് സാധ്യതയുള്ളതിനാൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നിങ്ങളുടെ സംസാരം പ്രത്യേകം ശ്രദ്ധിക്കുക. കർക്കിടകം. വർഷത്തിൻ്റെ തുടക്കത്തിൽ കർക്കിടക രാശിക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പിരിമുറുക്കം നേരിടേണ്ടി വന്നേക്കാം. ഈ കാലയളവിൽ ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതയും പിരിമുറുക്കവും ഉണ്ടാകാം. ചെറിയ കാര്യങ്ങളിൽ നിങ്ങളുടെ പങ്കാളിയുമായി തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. സ്വയം നിയന്ത്രിക്കാൻ നിങ്ങൾ കഠിനമായി ശ്രമിക്കണം. ഈ വർഷം നിങ്ങളുടെ ദാമ്പത്യത്തിൽ പലർക്കും വിവാഹമോചനത്തിനും സാധ്യതയുണ്ട്. അതിനാൽ അതിനെക്കുറിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പിരിമുറുക്കങ്ങളും തർക്കങ്ങളും ഗുരുതരമായേക്കാം. ഓഗസ്റ്റ് മാസത്തിന് ശേഷമുള്ള സമയം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് അല്പം അനുകൂലമായിരിക്കും. ചിങ്ങം. 2024 നിങ്ങളുടെ ജാതകം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഇണയുമായി പതിവായി തർക്കങ്ങൾ ഉണ്ടായേക്കാമെന്നാണ്. കൂടാതെ നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നിറവേറ്റാത്തതിനാൽ നിരാശ തോന്നിയേക്കാം. നിങ്ങളുടെ ഇണയുടെ ആരോഗ്യനില വഷളാകുന്നത് ചിങ്ങം രാശിക്കാർക്ക് അല്പം വേദന ഉണ്ടാക്കിയേക്കാം. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഫെബ്രുവരി മാസം നിങ്ങളുടെ ബന്ധത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും. കന്നി. 2024 ആരംഭം കന്നി രാശിക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളും ഉണ്ടാകും. ബന്ധത്തിൽ പിരിമുറുക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഒരു വെല്ലുവിളിയായി മാറും. ഈ വർഷം വിവിധ തരത്തിലുള്ള പ്രശ്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള വിവാഹ ജീവിതത്തിൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പക്ഷേ ജൂൺ മാസത്തിന് ശേഷം ബന്ധം മെച്ചപ്പെടും. ധനു. ധനുരാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിന് വർഷത്തിൻ്റെ ആരംഭം അല്പം ദുർബലമായിരിക്കും. ഈ കാലയളവിൽ നിങ്ങളുടെ പങ്കാളിയുമായി തർക്കങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പെരുമാറ്റത്തിൽ വളരെയധികം ആക്രമണാസക്തത ഉണ്ടായിരിക്കാം. മാർച്ച് വരെയുള്ള സമയം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും. ഈ കാലയളവിൽ പങ്കാളിയുടെ ആരോഗ്യവും മോശമാകും. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളികൾക്കിടയിൽ സന്തോഷവും സ്നേഹവും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായി സംസാരിക്കുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും വേണം. കുംഭം. 2024 ജാതകമനുസരിച്ച് 7ാം ഭാവത്തിൽ ശനിയുടെയോ ശനിദേവന്റെയോ ദർശനം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾക്ക് കാരണമാകും. ശനി കുംഭരാശിക്കാരെ പരീക്ഷിക്കുകയും ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം സത്യമാണെന്നും നിരീക്ഷിക്കും. ദാമ്പത്യത്തിൽ നിങ്ങൾക്ക് പലവിധ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങളുടെ പങ്കാളിയുമായി തർക്കങ്ങൾ ഉണ്ടാകാം. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ നിങ്ങളുടെ സംസാരം നിയന്ത്രിക്കണം. മീനം.
വർഷത്തിൻ്റെ തുടക്കത്തിൽ മീനം രാശിക്കാർക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ അകൽച്ചയും തെറ്റിദ്ധാരണയും ഉണ്ടായേക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ബന്ധത്തിലുടനീളം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ പങ്കാളിക്കൊപ്പം മതിയായ സമയം ചെലവഴിക്കുകയും പരസ്പരം പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുകയും അവയ്ക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.